എവിടേക്കാ മമ്മൂട്ടി പോയത്? ഈ സാധനങ്ങൾ കൊടുന്നാൽ അച്ഛക്ക് വെക്കാന്നല്ലാതെ ഒന്ന് നേരാക്കി വെക്കണ പണി ഓൾക്കില്ല. ഇത് കുറേ നേരം റൂമിൽ പോയി ആ ഫോണിൽ ഇങ്ങനെ കളിക്കും. പിന്നെ എങ്ങനെ പെരയത്തെ പണി ചെയ്യല്? എത്ര പറഞ്ഞാലും കേൾക്കൂല. ആ മുളകും പൊടി ഉപ്പൊക്കെ തീ കണ്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പണി കണ്ട് കഴിയൂല. തുടച്ചിങ്ങാണ്ട് ഇതെന്റെ കയ്യെത്തണം. എന്താ മഴ! ഇന്നലെ തുടത്തിയ മഴയാണല്ലോ. ഇന്ന് പിന്നെയൊരു ഒലർച്ചുണ്ട്. ഇന്നലെ ഫുള്ള് മഴ തന്നെയാണ്. താത്ത അവിടെ എന്താ ഇപ്പൊ ചാടിച്ച ക്ലാസ് ടേബിൾമ തന്നെ വെച്ചിക്കണേ? താത്ത താത്ത നിങ്ങൾക്ക് എന്താ പണി? ഇങ്ങോട്ട് വായേ, ഞാൻ ഇവിടെ അടുക്കളയില്. ഇങ്ങോട്ട് വാ. നിങ്ങൾ എന്തിനാ താത്ത ഇമ്മൂട്ടിക്ക് ഇങ്ങനെ എല്ലാ പണികളും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണത്? നിങ്ങൾ ഇങ്ങനെ എടുത്ത് ശീലാക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ ഓള് തീരെ അടുക്കളയിൽ കേറൂലട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടട്ടെ താത്ത. പിന്നെ അവസാനം നിങ്ങൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. നൂറി റിനുവേ ആരാന്റെ പെരേക്ക് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾക്ക് ഒരു കൈ സഹായത്തിനെ ഇമ്മൂട്ടിനെ കിട്ടൂലട്ടോ. നിങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കില്. ഇമ്മൂട്ടി തന്നെയാണ് ഇവിടെ എല്ലാ പണി എടുക്കല്. ഞാൻ അങ്ങനെ വല്ലാതെ പണിയൊന്നും എടുക്കലില്ല. പിന്നെ അനക്കറിയണ തന്നെ അല്ലേ ഇക്ക അങ്ങനെ വെറുതെ ഇരുന്നിട്ടേ ശീലമില്ല എന്നുള്ളത്. ഇക്ക എന്താണ് വെറുതെ ഇരിക്കുമ്പോത്തിനെ ഒരു തരം പൊറുത്തിയേടാണ്. പിന്നെ എല്ലാരും കൂടിയിട്ട് നേരത്തെ അങ്ങോട്ട് പണി കഴിച്ചിട്ടുണ്ടെങ്കിലേ പണി കണ്ടു കഴിഞ്ഞാണ്ട് ഒരു പാത്ത് വെറുതെ ഇരുന്നൂടെ? പണി കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ. അതാണ് പിന്നെ ഞാനിങ്ങനെ കൂടുതൽ പണി എടുക്കാന്. എണീറ്റില്ലേ? നേരെ എത്ര പോലായി? നേരെ 10 മണി കഴിയാനായല്ലോ. അന്നെ ഞാൻ നല്ല ഉറക്കി തരട്ടാ. എന്റെ ഉറക്ക് ഇപ്പോഴത്തെ ഉടക്കി പോയി കാണായില്ല. ഏറ്റൊക്കെ വിരിച്ചതൊന്നും കാണായില്ല. അതൊക്കെ ഉടക്കി പോയി. അടുക്കള ഉണ്ടാവും. ഇമ്മ റിനുവിനെ കണ്ടീന്നാ? അവള് റൂമിലുണ്ടാവും മുട്ടിയ. അല്ലാതെ ഇപ്പൊ എവിടേക്ക് പോവാനാണ്? അല്ലെങ്കിൽ ബാത്റൂമിലുണ്ടാവും. ബാത്റൂമിലുണ്ടാവുന്ന ഇവിടെ കാണായില്ല. ബാത്റൂമിൽ പോയോട്ടെ. ബാത്റൂമിലുണ്ടാ? റിനുവാ, ഡി റിനുവാ, ഡി ഈ എന്താടി ഒന്നും മിണ്ടാത്ത്? റിനുവാ, ബാത്റൂമിന്റെ വാതിൽ പുറത്തുനിന്നാണല്ലോ കുത്തിയിട്ടിരിക്കുന്നത്. ഇല്ലല്ലോ. പിന്നെ നമ്മളെവിടേക്കാ പോയി? രാവിലെ മുതൽ പറഞ്ഞിട്ടില്ല. ഇമ്മ ഇമ്മ താത്ത, ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നേ നിങ്ങള് കാര്യത്തിൽ എടുക്കണ്ടട്ടോ. അല്ലെങ്കിൽ ഇജ്ജ് പറഞ്ഞതേ ആലോചിച്ചിരുന്നിട്ട് ഇപ്പേ എന്ത് കാര്യം കിട്ടാനാണ്? ഇജ്ജ് പറയാനുള്ളത് പറഞ്ഞില്ലേ, ഇനിയിപ്പോ തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. ഞാനതെ അപ്പത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. ഒന്ന് പോ പെണ്ണ അവിടുന്ന്. അല്ലെ ഇപ്പൊ ഇജ്ജ് പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചിരിക്കലാണല്ലോ എന്റെ പണി. അല്ലെങ്കിൽ തന്നെ 100 കാര്യങ്ങൾ ഇത്താക്ക് ചിന്തിക്കാണ്ട്. ആ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് ഒരു എത്തും കൂടി കിട്ടണില്ല. ഇപ്പൊ ഇജ്ജ് ഇന്നലെ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചിരിക്കലാണല്ലോ എന്റെ പണി. ഇമ്മ ഞമ്മളെ റിനുവിനെ റൂമിലൊന്നും കാണാനില്ല അമ്മ. എന്ത്? റിനുവിനെ കാണാനില്ലാന്നാ? അവള് പിന്നെ എവിടേക്ക് പോവാനാണ്? അവള് ചെലപ്പേ ആ ബാത്റൂമിൽ എങ്ങനെ ഉണ്ടാവും.
ചിലപ്പോ അന്നോള് കളിപ്പിക്കോ. ഇജൊന്നും കൂടി പോയോക്ക്. ഇല്ലമ്മ, ഞാൻ എല്ലായിടത്തും നോക്കി, അവളിവിടെ എവിടെ ഇല്ല. എന്റെ പതിരിങ്ങള് ഈ കുട്ടി ചതിച്ച. ഞാനേ കുഞ്ഞോക്കാക്കോ ഇപ്പാക്കോ നൂറൊക്കെ വിളിച്ചു പറയട്ടെ. അവള് എവിടേക്കടി പോയത്? ഇന്നലെ കിടക്കുമ്പോളോ അവള് ഇവിടെ ഉണ്ടല്ലോ. രാവിലെ ഞാൻ നീക്കാതായപ്പോ വിചാരിച്ചു വാശിക്ക് ഉറങ്ങുമെന്ന്. ഞാൻ തന്നെ വിളിക്കാനും പോയോക്കാനും നിന്നില്ല. അവളപ്പോ എവിടെയാണ് പോയത്? എന്റെ കുട്ടി. താത്ത, നിങ്ങളിങ്ങനെ നിന്ന് കരയല്ലേ. അവൾ എവിടേക്ക് പോവാനാണ്? അവൾ എവിടേക്കും പോകൂല. കുഞ്ഞാന് കൊണ്ടുവോളെ. നിങ്ങളിങ്ങനെ നിന്ന് കരയല്ലേ താത്ത. നിങ്ങളിങ്ങനെ ആലോചിച്ചാണ്ടേ ഓരോ സൂക്കട് വരുത്തി വെക്കല്ലേ. കുഞ്ഞോന് പൊയ്ക്കോളും. കുഞ്ഞോ പിന്നെ കാക്കാന് നൂറൊക്കെ വിളിച്ച് പറഞ്ഞോളും. ഓരെല്ലാരും പോകണ്ടല്ലോ. റിനു എവിടേക്ക് പോവാനാണ്? എവിടേക്കും പോകൂല. എടി എന്റെ കുട്ടി, എടി അതിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേടി ഞങ്ങള്. ഞാനേ ചോദിച്ചോക്കട്ടെ മുട്ടിനോട് കുഞ്ഞോനക്ക് വിളിച്ചോന്നുള്ളത്. നിങ്ങൾ വരി. പഠിച്ചോൻ എന്ത് പരീക്ഷണാതെ ഇവിടെ കുഞ്ഞോനെ വിളിച്ച. പഠിച്ചോനെ എന്റെ കുട്ടി എന്താ വിവേക കുട്ടി കാണിച്ചത്. മുട്ടിയ ഇന്റെ ആൾ ഒന്ന് വിളിച്ചോക്ക് കുഞ്ഞാർക്ക് കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെ ഇനി ഉറക്കെങ്കിലും വിളിച്ചോ. അല്ലെ ഇപ്പാക്ക് ഇമ്മക്കൊരു സമാധാനയ്യ. എന്റെ പൈതലിന് എന്തെങ്കിലും പറ്റുവാണോ? ഞാൻ വിളിച്ചമ്മ. കുഞ്ഞങ്കാക്ക് കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി. പക്ഷെ കുഞ്ഞങ്കാക്ക ഫോൺ എടുക്കണില്ല. പിന്നെ ഇപ്പാക്കും അടിച്ചു നോക്കി. ഇപ്പി ഫോൺ എടുക്കണില്ലമ്മ. നിങ്ങളൊന്ന് സമാധാനിക്കും താത്ത. അവര് റിനിനും കൊണ്ട് തന്നെ വരുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ബേജാറാവല്ലേ. ഒന്ന് സമാധാനിക്ക്. ഞാൻ എങ്ങനെ സമാധാനിക്കാനാടി? എന്റെ കുട്ടീനെ അച്ഛക്ക് എങ്ങോട്ടാ കൊണ്ടേക്കണെന്നുള്ളത് ഒരു പൊടുത്തില്ലല്ലോ. എനിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവാനാണ്? ഇന്നലെ രാത്രി ഓള് എപ്പോഴും ഇറങ്ങിപ്പോയത്. ഒരു സമാധാനത്തിൽ ഇത്രയും ദിവസം കാവലിരുന്നുണ്ട്. പഠിച്ചോനെ, ഈ പെണ്ണി ഈ പാപൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കുറപ്പ്. ഹലോ, ആണാ? ആ ആ ആ ആ ഞാൻ നോക്കിക്കോളാം. ആ ഇല്ല, അത് ഞാൻ നോക്കിക്കോളാം. ആക്കോ ഇങ്ങോട്ട് വരുന്നുണ്ടാ? ആ എന്താ മുട്ടിയെ? എന്താ കുഞ്ഞോ വിളിച്ചിട്ട് പറഞ്ഞത്? അത് ഇമ്മുട്ടിയെ എന്താ കുഞ്ഞോ പറഞ്ഞത്? കിട്ടിയ റീനുവിന്? അതുമ്മ എന്താ മുട്ടിയേച്ചി മുക്കി മൂളി നിൽക്കണത്? എന്താ അച്ഛൻ്റെ ആള് കാര്യം ഇങ്ങോട്ട് പറ. മനുഷ്യനെങ്ങനെ സമാധാനമൊക്കെ എടുത്താതെ. എന്താ പറഞ്ഞത് കുഞ്ഞോന്? റീനുവിനെ കിട്ടിയ നമ്മളെ? ആ റീനുവിനെ കിട്ടിയിക്കണേ. അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ കുഞ്ഞോങ്കാക്കി ഇപ്പി നൂറിയുണ്ട്.
അവള് അവള് ഇങ്ങോട്ട് വരണില്ല എന്നമ്മ പറഞ്ഞത്. അവള് റസാക്ക് എന്ന് പറഞ്ഞ ചെക്കൻ്റെ കൂടെ പോവുകയാണാല. പഠിച്ചോനെ, എന്താ ഞാൻ ഈ കേൾക്കണത്? എന്തെന്റെ കുട്ടിക്ക് പറ്റിയത്? എന്താ റബ്ബേ ഇതൊക്കെ? എന്താ ഈ കേൾക്കണത്? എന്താ പഠിച്ചോനെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിയായത്? നൂറനങ്ങണ്ട് പറഞ്ഞയച്ചിക്കണെന്ന് പറഞ്ഞു കുഞ്ഞോൻ കാക്ക. അവളെ കുറെ വിളിച്ചിട്ട് അവള് വരണില്ലാന്ന്. അവൾക്ക് ഇങ്ങനത്തെ നീത്തി ബാക്കിക്കാരൊന്നും ഇല്ലാന്നാണല്ലോ അവള് പറഞ്ഞത്. അവന്റെ കൂടെ പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞ്. ഇമ്മ, നിങ്ങളിങ്ങനെ കരയല്ലേ? നിങ്ങൾ വന്നിട്ടേ കുറച്ചേരം കിടക്കി. എന്റെ നൂറങ്ങോട്ട് വരട്ടെ. കുഞ്ഞോനല്ലേ പറഞ്ഞത് നൂറങ്ങോട്ട് വരണുണ്ട് എന്നുള്ളത്. എന്നിട്ട് മതി കടുത്തിരുത്തൊക്കെ. അപ്പൊ റിനുവിന് എന്നെ വേണ്ടല്ലേ? ആയിക്കോട്ടെ, വേണ്ടെങ്കി വേണ്ട. ഓൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇക്കെന്തിനാ? ഇക്ക വേണ്ട. ഞാൻ കരുതിക്കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു മകളെ പ്രസവിച്ചിട്ടില്ല എന്നുള്ളത്. മക്കൾക്ക് വേണ്ടെങ്കിൽ പിന്നെ തള്ളാർക്കെന്താ? എനിക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞോറിയും കുഞ്ഞോനും ഉണ്ടല്ലോ, അത് മതി. ഞോരെന്നാണ് അവനെ ഒഴിവാക്കുന്നത്. മുട്ടിയെ, ഇമ്മ, ആ ഈ വന്നോ? ഇമ്മ അതടി കെടുക്കാണ്. തീരെ കെടുക്കാൻ കൂട്ടേക്കല്ല. ഇമ്മാക്കെ ശ്വാസം മുട്ട് കൂടുകയും ചെയ്ത് ടെൻഷൻ കൂടിയിട്ടാ തോന്നണ്. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞിട്ടേ ഇമ്മാനവിടെ കെടുത്തിക്കണ്. അമ്മായി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ തലവേദന എന്ന് പറഞ്ഞിട്ട് അവിടെയും കെടുക്കുന്നുണ്ട്. രണ്ടാളും അപ്പുറം ഇപ്പുറം കുറേ നെലിയും വിളിയും കൂട്ടി. അല്ലടി, എന്താ റിനു പറഞ്ഞത്? അങ്ങോട്ട് വരണിയാന്ന് തന്നെ പറഞ്ഞേ. അവളെന്ത് പറയാനാടി? അവൾക്ക് നമ്മളെ വേണ്ടാന്ന്. അവള് ഇവിടെ എല്ലാരും കൂടി ഇട്ടുങ്ങാണ്ട് ബുദ്ധിമുട്ടിക്കുന്നല്ല. അവള് നമ്മളടനെ കേച്ചിലായി എന്ന് അവള് പറഞ്ഞു. അവളിങ്ങി നമ്മളടുത്തേക്ക് വരൂലടി. ഞാന് ഇമ്മാൻ്റെ അടുത്ത് കണ്ട് ചെല്ലട്ടടി. പാവാണ്, കണ്ണും മുറും കണ്ടാ മതി. എന്തിനാ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്? ഇത്ര ബുദ്ധില്ലാതായി പോയല്ല ആ പെണ്ണിന്. അവൾക്കിപ്പോ ഞാൻ ആരല്ല? ഇത്രയും കാലം നോക്കി വളർന്നിട്ട് അവൾക്കിപ്പോ ഞാൻ ആരല്ല? ഇമ്മ, നമ്മളെ റീനു അവള് പോയില്ല മോളെ. ഇത്രയും നോക്കിയിട്ടും ഇത്രയും സൂക്ഷിച്ചിട്ടും അവള് നമ്മളെ വിട്ട് പോയില്ലേ? അവള് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇപ്പാന്റെ മുഖത്തോക്കിയിട്ടും പറഞ്ഞില്ലേ നമ്മളെ വേണ്ടാന്നുള്ളത്? പോട്ടെ, വേണ്ടെങ്കി വേണ്ട. എവിടെ എവിടെ കുഞ്ഞോനൊപ്പി എന്തേ ഒരന്ന ആദ്യം പറഞ്ഞയച്ച് അവർക്ക് അവിടെ എന്തോ ഒപ്പിടാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നോടെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇമ്മ, എൻ്റെ ബാഗൊക്കെ കോളേജിലാണ് ഇരിക്കുന്നത്.
കുഞ്ഞിനെ അങ്ങോട്ട് വന്നപ്പോഴേ ഞാനതെടുക്കാതെ പെട്ടെന്ന് ഓടിയതാ. അതിൻ്റെ കുട്ടിക്ക് നാളെ എടുക്കാം. ആ വെപ്രാളത്തിലല്ല എൻ്റെ കുട്ടി പോയത്. അതാ മറന്നത്. റിനു ഉമ്മാനെ ചോദിച്ച റിനുവിന്റെ മനസ്സിൽ നമ്മളെല്ലാരും മരിച്ചെന്നാ പറഞ്ഞത്. അവൾക്ക് ഇനി നമ്മളൊന്നും വേണ്ടാല. ഇപ്പാന്റെ മുഖത്തേക്ക് പോലും അവള് നോക്കണില്ല. ഒറ്റയടിക്ക് അവള് പോലീസുകാരോട് പറഞ്ഞു, ഇക്ക് വീട്ടിക്ക് പോണ്ട, ഇവന്റെ കൂടെ പോയാൽ മതി. അവിടെ എല്ലാരും കൂടി അവളിവിടെ ഇട്ടുങ്ങാണ്ട് ഇടങ്ങറാക്കാണെന്നാണ് അവള് പറഞ്ഞത്. ഞാനൊന്ന് തലനച്ച് കുളിക്കട്ടെ, എനിക്ക് ഭയങ്കര തലവേദന. മരിച്ചില്ലേ, ഞങ്ങളെല്ലാരും അവളെ മനസ്സിൽ മരിച്ചില്ലേ, പോയിക്കോട്ടെ. അവൾക്ക് അവന്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം, പോയിക്കോട്ടെ. നമ്മളെന്ത് പറയാനാ? ഇത്രയും നോക്കിയില്ല. എന്താ വെയില്, ഭയങ്കര വെയിലാണ്. എവിടേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഏതോ ഇപ്പൊ 2 പെരയില് ചെക്കന്മാര് വന്നിക്കണ്. ഏതോ പെണ്ണിനെ വലിച്ചു കൊടുന്നിട്ട് അതിന്റെ ജീവിതം കൂടി നശിപ്പിച്ചാൻ ഈ കാട്ടുമുക്കില് കൊടുന്നിട്ടിക്കാണ്. എന്തിനാണ് കൊടുന്നിടുന്നത്? ഹൈ റോഡ് മൊത്തം ചളിയാണ്. ഇമ്മ ഇജൊന്നും അവിടെ നിന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലടി, ഈ പെരയിൽ ഇനി താമസക്കാര് വരുന്നുണ്ടോ? പുതിയ ആൾക്കാരെങ്ങാനും? എനിക്കറിയില്ല മോളെ. ഒരു പെരയിൽ ഒരു പെൺകുട്ടീനെ കൊടുന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചാനാണ് ഇവിടെ ഒരു പെരയും കയറ്റിയിട്ട് 2 ചക്കന്മാര് വന്നിട്ട് ആ പെൺകുട്ടിനെ ജീവിതം നശിപ്പിച്ചാ എന്താ കിട്ടാനും ഓൽക്ക്? ഇജൊന്ന് കേക്ക്. ആ ഓരോ ഇന്നലെ അന്തിക്ക് വന്ന് പാർപ്പ് കൂടിയിട്ട് ഓരോ ഇന്നലെ ആ പെൺകുട്ടീനെ ഒന്ന് കൊണ്ടുവരുന്നുണ്ടാല. എവിടുന്നാ കൊണ്ടുവരുന്നത് ഇച്ചറിയില്ല കേട്ടോ. ആരാ ചോദിച്ചാലും ഇച്ചറിയില്ല എന്ന് പറഞ്ഞാളാ. ഇജ്ജും പറഞ്ഞാളാ ജമീല എനിക്കറിയില്ലാന്ന്. അന്റെ പെരീക്കും കയറി വരും, നിന്റെ പെരീക്കും കയറി വരും. ഇച്ചറിയില്ല എന്ന് പറഞ്ഞാളാ. ഞമ്മക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കണം. ഈ കാട്ടുമുക്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവരുത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കോടും ഒരു തീരുമാനം എടുത്തിട്ട് അതിനൊരു തീരുമാനം നമുക്ക് ഇന്ന് തന്നെ തീരുമാനം എടുക്കണം. ഈ കാട്ടുമുക്കിൽ ഒരു പെരയിൽ ഇങ്ങനെ ഒരു പരിപാടി പറ്റൂല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചാൻ പറ്റൂല. ഇച്ചു പറഞ്ഞ മാതിരിയെ ഇതിനൊരു തീരുമാനം നമ്മൾ എടുത്തേ പറ്റുള്ളൂ. എന്തായാലേ നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കാം. അല്ലാതെ ശരിയാവൂല മോളെ. ഇത് എന്താ ചിട്ടാ? അതൊന്ന് പറയണം. എന്റെ മാപ്പിളോടും പറഞ്ഞോളാം, മറ്റോടെ മാപ്പിളോടും പറഞ്ഞ തീരുമാനം എടുക്കാന്. ഞാനും വരാം. പോട്ടെ, ഞാൻ എന്നെ കണ്ടപ്പോ ഇതൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ഒരു സുഖം ഉണ്ടായിട്ട് എനിക്ക് ഇന്റെ അവിടെ കിടന്നുറങ്ങാൻ. അതറിയാം എനിക്ക്. ഈ തട്ടലും മുട്ടലും അട്ടഹാസും കളിയും ചീറിയും. ഹേയ് ഞാൻ പോയി.